ഈശോയിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, ഓഗസ്റ്റ് മാസം 23-ാം തീയതി തിരുസഭ നമ്മളുടെ വിചിന്തനത്തിനായി നൽകുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 34 മുതൽ 40 വരെയുള്ള തിരുവചനങ്ങളാണ്. ഈ സുവിശേഷ ഭാഗത്തെ നമുക്ക് ഒരു വാക്കിലേക്ക് സംഗ്രഹിക്കുവാനായിട്ട് സാധിക്കും. അത് സ്നേഹം എന്ന വാക്കാണ്. ഈശോയുടെ അടുക്കല് ഫരിസേയരിൽ ഒരാൾ വന്നിട്ട് ചോദിക്കുകയാണ്, നിയമത്തിലെ അതിപ്രധാനമായിട്ടുള്ള കൽപ്പന ഏതാണ്? ഈശോ കൃത്യമായിട്ടുള്ള മറുപടിയാണ് നൽകുന്നത്. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കുക. അതുപോലെ തന്നെ ഈശോ പറയുന്നു, നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. എന്നിട്ട് നിയമവും പ്രവാചകന്മാരും ഈ രണ്ട് കൽപ്പനകളിൽ അധിഷ്ഠിതമായിരിക്കുന്നുവെന്ന് ഈശോ എല്ലാവരെയും പഠിപ്പിക്കുകയാണ്. നമ്മൾ പഴയ നിയമത്തെ മനസ്സിലാക്കുന്നു. ഈശോയുടെ കാലയളവിൽ പഴയ നിയമം എന്നത് കൊണ്ട് ഉദ്ദേശിച്ചിരുന്നത് നിയമവും പ്രവാചകന്മാരുമാണ്. നിയമം എന്ന് പറയുന്നത് പഞ്ചഗ്രന്ഥിയും പ്രവാചകന്മാർ എന്ന് പറയുന്നത് എല്ലാ പ്രവാചകന്മാരും വരുന്ന പുസ്തകങ്ങളുമാണ്. അങ്ങനെ നിയമവും പ്രവാചകന്മാരും എന്ന് പറയുന്ന പഴയ നിയമത്തിന്റെ കൽപ്പനകളെ ഈശോ ദൈവം സീനായ് മലയിൽ വെച്ച് കൊടുത്ത 10 കൽപ്പനകളുടെ അടിസ്ഥാനത്തിൽ വളരെ കൃത്യമായി നിർവചിച്ച് ജനങ്ങളെ പഠിപ്പിക്കുകയാണ്. 10 കൽപ്പനകൾ നമുക്ക് വ്യക്തമായി അറിയാം. ആദ്യത്തെ 3 കൽപ്പനകൾ ദൈവവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പിന്നീട് വരുന്ന 7 കൽപ്പനകൾ മനുഷ്യരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇങ്ങനെ പൂർണ്ണമായും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടെ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് തൻ്റെ അയൽക്കാരനെ സ്നേഹിക്കാതിരിക്കുവാനായിട്ട് സാധിക്കുകയില്ല. ഇനി അയൽക്കാരനെ തന്നെ പോലെ തന്നെ ഒരു സ്നേഹിക്കുന്ന വ്യക്തിക്കാകട്ടെ ദൈവത്തെയും പൂർണ്ണമായിട്ടും സ്നേഹിക്കാതിരിക്കുവാനായിട്ട് സാധിക്കുകയില്ല. അങ്ങനെ നിയമവും പ്രവാചകന്മാരും പറയുന്ന ഈ സ്നേഹത്തിൻ്റെ കൽപ്പനകളാണ് ഈശോ ഇവിടെ ഒരുമിച്ച് കൊണ്ടുവരുന്നത്. അങ്ങനെ സുവിശേഷം എന്ന് പറയുന്നത് സ്നേഹമെന്ന ഒരു വാക്കിലേക്ക് നമ്മുടെ മുൻപിലേക്ക് വരികയാണ്. അതായത് ദൈവത്തെ സ്നേഹിക്കുക, നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കുക. അയൽക്കാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക. അങ്ങനെ സ്നേഹമെന്ന ഒറ്റ വാക്കില് ഈശോയുടെ സുവിശേഷം നമുക്ക് ഈശോ ഒരു സംഗ്രഹമായിട്ട് നൽകുന്നു. പ്രിയ സഹോദരങ്ങളെ, ഈ വചനം ധ്യാനിക്കുമ്പോൾ നമുക്ക് ദൈവത്തെ സ്നേഹിക്കുന്നവരാകാം, സഹോദരങ്ങളെ സ്നേഹിക്കുന്നവരാകാം. അങ്ങനെ നിയമവും പ്രവാചകന്മാരും പഠിപ്പിച്ചത് ഈശോ സ്നേഹമെന്ന ഒറ്റ വാക്കിലേക്ക് പൂർത്തീകരിക്കുമ്പോൾ ആ സ്നേഹം നമ്മളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നത് വഴിയായി ഈശോയുടെ സുവിശേഷം ജീവിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറും. അതിന് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.